നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയൽപക്കത്തെ വീടിന്റെ ടെറസിൽ നിന്ന് അതിരൂക്ഷമായ ഗന്ധം. പ്രദേശവാസികൾ ഇതോടെ ദുരിതത്തിലായി. സംശയം തോന്നിയ പലരും പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് വന്നപ്പോൾ കണ്ടത് ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങളാണ്. വാടക വീട്ടിലെ ടെറസിൽ സൂക്ഷിച്ചിരുന്ന നീല നിറമുള്ള ഡ്രമ്മിനുള്ളിൽ നിന്ന് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് മരിച്ചയാളുടെ ഭാര്യയെയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിലെ കൈർതാൽ തിജാരയിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നിരിക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശി ഹൻസ്റാമിന്റെ മൃതദേഹമാണ് ദുരൂഹ സാഹചര്യത്തിൽ ഡ്രമ്മിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളായ ഭാര്യ സുനിതയും വീട്ടുടമസ്ഥന്റെ മകൻ ജിതേന്ദ്രയും 3 കുട്ടികളോടൊപ്പം ശനിയാഴ്ച മുതൽ ഒളിവിൽ കഴിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴുത്തിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഗുരുതരമായി മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ടെറസിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെടുത്തത്. കുറെ കാലമായി വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. എന്നാൽ ഭാര്യയ്ക്ക് ഇവിടുത്തെ വാടക വീട്ടിന്റെ ഉടമസ്ഥന്റെ മകനുമായി അവിഹിത ബന്ധം ഉണ്ടാകുകയായിരുന്നു. ഇയാൾക്ക് പലതവണ ഭർത്താവിന് ഇതിൽ സംശയം തോന്നുകയും ഭാര്യയെ വാൺ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ ബന്ധം ഉപേക്ഷിക്കാൻ ഭാര്യ തയ്യാറായില്ല. തുടർന്നാണ് ഇരുവരും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള ഒരു നീക്കം നടത്തുന്നത്. മൃതദേഹം വേഗത്തിൽ ജീർണിക്കാൻ വേണ്ടി ഡ്രമ്മിൽ ഉപ്പ് നിറച്ച് അതിനുള്ളിലാണ് ഈ മൃതദേഹം വെച്ചത്. ഒരു ഇഷ്ടിക ചൂളയിൽ ജോലി ചെയ്തിരുന്ന ഹൻസ്റാം കഴിഞ്ഞ 2 മാസമായി ഈ വാടക വീട്ടിൽ 3 കുട്ടികളോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. ശനിയാഴ്ച മുതൽ ഹൻസ്റാമിനെയും കുടുംബത്തെയും കാണാനില്ലെന്ന് വീട്ടുടമയുടെ മകൻ പോലീസിൽ മൊഴി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സുനിതയെയും ജിതേന്ദ്രയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൻസ്റാം മദ്യത്തിന് അടിമയായിരുന്നുവെന്നും ജിതേന്ദ്രയോടൊപ്പം പലപ്പോഴും മദ്യപിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. 12 വർഷം മുൻപ് ജിതേന്ദ്രയുടെ ഭാര്യ മരിച്ചിരുന്നു. ഈ സംഭവം പ്രദേശത്ത് വലിയ ഭീതി പടർത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് പറഞ്ഞു. ജിതേന്ദ്ര തന്നെയാകാം ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്ന ഒരു സംശയം പോലീസിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുൻപ് ജിതേന്ദ്രയുടെ ഭാര്യ മരിച്ചതും കൂടി അന്വേഷിക്കാനാണ് ഇപ്പോൾ പോലീസ് തയ്യാറെടുത്തിരിക്കുന്നത്. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ജിതേന്ദ്രയാണ് ഹൻസ്റാമിനെ കൊല്ലുന്നതിന് പദ്ധതിയെല്ലാം തയ്യാറാക്കിയത്. അതിന് ഭാര്യ കൂട്ടുനിൽക്കുകയായിരുന്നു. ജിതേന്ദ്രയിൽ നിന്ന് പലതവണ പല രീതിക്ക് സഹായങ്ങളൊക്കെ മേടിച്ചിരുന്നു ഈ ഹൻസ്റാമിന്റെ ഭാര്യ. അതായത് ജിതേന്ദ്ര ഇവർക്ക് പണമൊക്കെ കൊടുത്ത് സഹായിക്കുകയും സ്വർണം വാങ്ങി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെയാണ് ഇരുവരും തമ്മിലുള്ള അവിഹിത ബന്ധം ഉടലെടുക്കുന്നത്. ഈ വാടക വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ജിതേന്ദ്രയും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൻസ്റാം ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ ജിതേന്ദ്ര ആരും കാണാതെ ഈ വീട്ടിലേക്ക് എത്തുകയും ഹൻസ്റാമിന്റെ ഭാര്യയുമായി വേണ്ടാത്ത ബന്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പലപ്പോഴും ഇതിൽ ഹൻസ്റാമിന് സംശയം തോന്നുകയും ഹൻസ്റാം ഭാര്യയെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അവരെ വിലക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ ബന്ധം അവസാനിപ്പിക്കാൻ ഇരുവരും തയ്യാറായില്ല. ഈ വിഷയത്തിൽ നിരന്തരം വഴക്കും ബഹളവുമായതോടെയാണ് ജിതേന്ദ്ര ഹൻസ്റാമിനെ കൊലപ്പെടുത്താമെന്ന് ഹൻസ്റാമിന്റെ ഭാര്യയോട് പറയുന്നത്. അങ്ങനെയാണ് ഈ ക്രൂര കൊലപാതകം സംഭവിച്ചത്. രാജ്യത്തുടനീളം ഇതുപോലെയുള്ള അവിഹിത ബന്ധങ്ങൾ പിടിക്കപ്പെടുന്നതും കൊലപാതകങ്ങളും പതിവായി മാറിയിരിക്കുകയാണ്. അടുത്തിടെയാണ്, കഴിഞ്ഞ ആഴ്ചയാണ് കർണാടകയിൽ ഇതുപോലെ ഒരു കൊലപാതകം നടന്നത്. അത് മരുമകൻ അമ്മായിയമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു. അമ്മായിയമ്മയ്ക്ക് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നും തന്റെ ഭാര്യയെ കാമുകന്മാർക്ക് കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദന്ത ഡോക്ടറാണ് സ്വന്തം അമ്മായിയമ്മയെ കൊലപ്പെടുത്തിയത്. വീട്ടിൽ നിന്നും മകളെ കാണാനായി ഇറങ്ങിയ അമ്മായിയമ്മയെ മകൻ പകുതി വഴിയിൽ വെച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുകയും ഒരു കൂട്ടാളിയോടൊപ്പം ചേർന്ന് ഇവരെ കൊലപ്പെടുത്തുകയും മൃതദേഹം വെട്ടി നുറുക്കി പല കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കി പലയിടത്ത് നിക്ഷേപിക്കുകയുമായിരുന്നു. എന്നാൽ മൃതദേഹാവശിഷ്ടങ്ങളുമായി പോയ വാഹനം CCTVയിൽ കുടുങ്ങുകയും ഇതിൽ സംശയം തോന്നിയ പോലീസ് അന്വേഷണം ശക്തമാക്കുകയും ചെയ്തതോടെയാണ് മരുമകൻ തന്നെ അറസ്റ്റിലായത്. ഭർത്താവിനെ കൊന്ന് ഡ്രമ്മിനുള്ളിലാക്കിയ ക്രൂര കൊലപാതകമാണ് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നതെങ്കിൽ മധ്യപ്രദേശിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത അഭിഭാഷകയെ കാണാനില്ല എന്നുള്ളതാണ്. രക്ഷാബന്ധൻ ആഘോഷിക്കാൻ സഹോദരന് സമ്മാനങ്ങളുമായി നർമ്മദ എക്സ്പ്രസിൽ യാത്ര തിരിച്ച 29 വയസ്സുള്ള യുവ അഭിഭാഷകയെ ട്രെയിൻ യാത്രക്കിടെയാണ് കാണാതായിരിക്കുന്നത്. ഓഗസ്റ്റ് 6-ന് മധ്യപ്രദേശിലെ കട്നി സൗത്ത് സ്റ്റേഷനിൽ ട്രെയിൻ എത്തുമ്പോൾ യുവതിയുടെ ബാഗുകൾ മാത്രമാണ് സീറ്റിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ യുവതിയുടെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ഇൻഡോർ ബെഞ്ചിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയായ അർച്ചന തിവാരിയാണ് കാണാതായിരിക്കുന്നത്. ഇൻഡോറിലെ ഹോസ്റ്റലിൽ താമസിച്ച് സിവിൽ ജഡ്ജ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു അർച്ചന. രക്ഷാബന്ധൻ ചടങ്ങിന് 5 ദിവസം മുൻപ് ഓഗസ്റ്റ് 6-ന് നർമ്മദ എക്സ്പ്രസിൽ വീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു. നർമ്മദ എക്സ്പ്രസിലെ B3 കോച്ചിൽ 3-ാം ബർത്തിൽ അർച്ചന യാത്ര തുടങ്ങിയതായി ടിക്കറ്റ് പരിശോധകരും സഹയാത്രികരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. യാത്രക്കിടെ രാത്രി 10:16 വീട്ടിലേക്ക് അർച്ചന വിളിച്ചിരുന്നു. ഭോപ്പാലിന് സമീപത്തെത്തിയതായി അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം യുവതിയെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമല്ല. പിറ്റേന്ന് പുലർച്ചെ ട്രെയിൻ കട്നി സൗത്ത് സ്റ്റേഷനിലെത്തിയപ്പോൾ ബന്ധുക്കൾ കാത്തുനിന്നുവെങ്കിലും അർച്ചന പുറത്തിറങ്ങിയില്ല. ഇറ്റരാസി സ്റ്റേഷന് സമീപമാണ് അവസാനമായി അർച്ചനയുടെ ഫോൺ ലൊക്കേഷൻ ലഭിച്ചത്. രക്ഷാബന്ധൻ ആഘോഷത്തിനായുള്ള രാഖികളും കുട്ടികൾക്കും ബന്ധുക്കൾക്കുമുള്ള സമ്മാനങ്ങളും അടങ്ങിയ ബാഗുകളാണ് അർച്ചനയുടെ സീറ്റിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നത്. 12 മണിക്കൂർ നീണ്ട യാത്രക്കിടെ യുവതിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ പോലീസ് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, സ്വമേധയാ ഇറങ്ങിപ്പോകൽ തുടങ്ങിയ സാധ്യതകൾ പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. മകളെ കാണാതായി 2 ആഴ്ചകൾ പിന്നിട്ടിട്ടും യാതൊരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ കേസിൽ CBI അന്വേഷണം വേണമെന്ന് അർച്ചനയുടെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മകൾ അങ്ങനെ സ്വമേധയാ എവിടേക്കും ഇറങ്ങിപ്പോകാൻ സാധ്യതയില്ല എന്ന് ബന്ധുക്കൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയാണെങ്കിൽ എന്തിനാണ് അവൾ ബാഗ് നിറയെ രക്ഷാബന്ധന് വേണ്ടിയുള്ള സാധനങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളും മിഠായികളുമൊക്കെ കൊണ്ടുവരണം എന്നുള്ള ഒരു ചോദ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. മകൾക്ക് മറ്റാരുമായി ഒരു ബന്ധവുമില്ല എന്നും മാതാപിതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ വിവരം തങ്ങൾക്കറിയണമെന്നും മകളെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തണമെന്നുമാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.